എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു പിടിച്ചേ തീരൂ. താനും കണ്ടതല്ലേ ജയന്തിയുടെ അവസ്ഥ. മകൻ ആരുടെയോ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുമ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം സർ. കള്ള് കാർത്തിയായനി, തെന്മല റോസി, പിന്നെ ഒരു ആംബ്രോസ്. ഇവരിൽ ആരെങ്കിലും കൈ കിട്ടിയാൽ കുഞ്ഞിലേക്കുള്ള വഴി തുറക്കും സർ. കുഞ്ഞെവിടെ ഉണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ നീക്കം ഒരുമിച്ചായിരിക്കണം സർ. കേസ് വിശദമായി ഒന്ന് പഠിച്ചിട്ട് ഫൈസി എന്നെ വിളിക്കാം. ശരി സർ. അമ്പിളി, ഇനി എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ? അമ്മയുടെ ഡ്രസ്സാ, അതിപ്പോ മറന്നേനെ. അത് നീ കൈവച്ചോ? ചാർജർ എടുത്തല്ലോ. ആ, എന്നാ പോവാം. ആ, ഇതാരാ? അറിയില്ല. സോറി, ഞാൻ വന്നത് ശരിയായ സമയത്തല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ കയറിയിറങ്ങി നടന്നിട്ട് കാര്യമില്ല. അർച്ചന ഇവിടെ ഇല്ല. നിന്ന് ചിരിക്കാൻ പറഞ്ഞതല്ല, ഇതേ ആവശ്യമായി വേറൊരുത്തനും ഇവിടെ വന്നതാ. ഒടുവിൽ ഞങ്ങളുടെ അച്ഛനെ കൊല്ലാക്കൊല ചെയ്തിട്ടാ പോയത്. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുക. ദയവായി നിങ്ങൾ വിശ്വസിക്ക്. അർച്ചനെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ അറിഞ്ഞല്ലോ. എന്നാ ഒന്ന് പോയി തരണം. ഞങ്ങൾക്ക് വീട് പൂട്ടി പോകാനുള്ളതാ. ഞാൻ ഇത്രയും ദൂരത്തേക്ക് വീണ്ടും വന്നത് രേവതിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. എന്നോട് നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? ഞാൻ അർച്ചനെ അന്വേഷിച്ചു വന്നത് അവളെ ദ്രോഹിക്കാനൊന്നുമല്ല, സത്യത്തിൽ പശ്ചാത്താപം കൊണ്ടാ. നിങ്ങൾ എന്റെ വാക്കുകൾക്ക് ഒരു വിലയും നൽകിയില്ലെങ്കിലും എനിക്ക് ചിലത് പറഞ്ഞേ പറ്റൂ. ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞതുകൊണ്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല. പക്ഷേ സുധിയോടും അർച്ചനയോടും ജീവിതം കൊണ്ട് നീതി പുലർത്തണമെന്ന് എനിക്ക് തോന്നി. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ചിന്തയല്ല. സത്യത്തിൽ ഇത്തരമൊരു ചിന്തയ്ക്ക് കാരണം സുധി തന്നെ. ഞാൻ വളച്ചു കെട്ടാതെ പറയാം, എനിക്ക് രേവതി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. സത്യമാ ഞാൻ പറഞ്ഞത്. കൊള്ളാലോ മോളെ. അച്ചുവേച്ചിയെ പോലെ എനിക്കും ഭാഗ്യക്കുറി അടിച്ചെന്നാ തോന്നുന്നേ. നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് കരുതിയേ? പണവും പത്രാസും കണ്ട മയങ്ങി വീണു പോവുന്നോ? ഞങ്ങളുടെ ചേച്ചിയുടെ ജീവിതം തകർത്തിട്ട് വന്നിരിക്കുന്നു. എന്താടോ തന്റെ ഉള്ളിലിരിപ്പ്? അത് പറയാതെ താൻ റോസ്മലേന്ന് പോയില്ല. മോളെ, ഇയാള് കല്യാണം ആലോചിച്ച് വന്ന കാര്യം നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. നീ ആ മണിയാശനെ വിളിക്ക്. ഇയാൾ എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കട്ടെ. കേക്കാനോ? നമ്മുടെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച ദുഷ്ടനാ ഇയാള്. രാജപ്പന്റെ മക്കളെ കുറിച്ച് ഇയാൾ എന്താ കരുതിയത്? കണ്ണും കൈയും കാണിച്ചാ കൂടെ ഇറങ്ങി വരുന്നു കരുതിയോ? കുട്ടി ചെന്ന് നാട്ടുകാരെ വിളിച്ചോണ്ടോ? അവരുടെ മുന്നിൽ വെച്ചും ഞാൻ ഇത് തന്നെ പറയും. എന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ ഈ വിവാഹം നടക്കില്ല. ഒന്നുകിൽ രജിസ്റ്റർ മാരേജ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്. പക്ഷേ രേവതി ആദ്യം ഈ പരിഹാസം നിർത്ത്. എന്നിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാ രേവതിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. സുധിയെപ്പോലെ അച്ഛൻ്റെ അമ്മയുടെ വാക്ക് കേട്ട് ജീവിക്കുന്നവനല്ല ഈ ശബരി. സ്നേഹിച്ച പെണ്ണിനെ കൈപിടിച്ചിറക്കിക്കൊണ്ടു പോകാൻ സുധി ധൈര്യം കാണിച്ചില്ല. നിങ്ങളറിയാത്ത ഒന്നുകൂടി ഞാൻ പറയാം. ഒരിക്കൽ സുധി അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്. എന്നിട്ടും അർച്ചനയെ സ്വന്തമാക്കാൻ അവന് കഴിഞ്ഞില്ല. അതറിഞ്ഞിട്ട് നിങ്ങൾ കൂടെ നിന്ന് ചതിച്ചതല്ലേ? ചതിച്ചു. അതിന്റെ വേദനയാ ഇന്നെന്റെ മനസ്സിൽ. പകയാ എനിക്കെല്ലാവരോടും. എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയ വികാരവും അതാണ്. പ്രതികാരം തീർക്കാൻ മാത്രമുള്ളതായിട്ട് എന്റെ ഈ പ്രപ്പോസലിനെ കാണരുത്. എന്തൊക്കെ പരീക്ഷണം വന്നാലും താലി കെട്ടി പെണ്ണിനെ ഞാൻ തള്ളിക്കളയില്ല. അവളെന്റെ ഭാര്യ തന്നെയായിരിക്കും. എന്റെ വീട്ടിൽ തന്നെ ഞാനും എന്റെ ഭാര്യയും ജീവിക്കും. അവളുടെ നേരെ ആരും വിരൽ ചൂണ്ടില്ല. നിങ്ങളുടെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു വിധി കൊടുത്ത വീട്ടുകാരോട് നിങ്ങൾക്കും പക തോന്നുന്നില്ലേ? നിങ്ങളുടെ ചേച്ചിക്ക് അയിത്തം കൽപ്പിച്ച ആ വീട്ടിൽ ചെന്ന് കയറാൻ ഒരു വാച്ച തോന്നുന്നില്ലേ? നിങ്ങളുടെ അച്ഛൻ
ജീവനിൽ ഭയന്ന് ഇതിന് കൂട്ടുനിൽക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും നന്നായി ആലോചിക്കുക. വേറൊരു ദിവസം ഞാൻ വരാം. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ചതിക്കാനുള്ള മനസ്സല്ല അയാൾക്കുള്ളത്. സുധി സാറിനോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നീ എന്തൊക്കെയായി പറയുന്നേ? അയാൾ ക്ഷമ പറയുകയല്ല ചെയ്തത്. വാശിയുടെ പേരിൽ ചെയ്യേണ്ടതാണോ വിവാഹം? ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അയാൾക്കറിയണ്ട. നീ പറയുന്നത് ശരിയാ, പക്ഷെ നിന്നെ കണ്ട് ഇഷ്ടപ്പെടാതെ ഒരാളത് പറയില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? നിറഞ്ഞ മനസ്സോടെ നിന്നെ വിവാഹം കഴിക്കാൻ അയാൾ താല്പര്യം പ്രകടിപ്പിച്ചു. ഒരു കാലത്തും കൈവിടില്ലെന്നും പറഞ്ഞു. ഒരുപക്ഷെ നിന്റെ പ്രതികരിക്കുന്ന സ്വഭാവം അയാൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കാം. നീ പരിഹസിച്ചപ്പോഴും അയാളുടെ സംസാരത്തെ ഞാൻ കണ്ടത് ആത്മാർത്ഥതയാണ്. നിനക്കിതെന്താ പറ്റിയേ? നമുക്കിത് ശരിക്കും ആലോചിക്കേണ്ട വിഷയമാണെന്നാ എനിക്ക് തോന്നുന്നത്. എടി നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നമ്മളിപ്പോ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് നല്ല ബോധ്യം വേണം. അടുത്ത കാലത്തൊന്നും അച്ഛന് കിടക്ക വിട്ട് എഴുന്നേക്കാൻ പറ്റില്ല. എഴുന്നേറ്റാൽ തന്നെ അച്ഛന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്നും എനിക്കറിയില്ല. ചെവളയുടെ നിഴല് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയില്ല. അച്ഛൻ മരിച്ചിട്ടില്ലെന്നറിഞ്ഞ കൂടുതൽ കരുത്തുമായി അയാൾ വീണ്ടും വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ കയറി പറ്റാൻ കഴിയും. ലോറിക്കാരൻ രാജപ്പന്റെ മക്കളെ പുച്ഛിച്ചവരുടെ ഇടയിൽ രാജപ്പന്റെ ഒരു മകൾ തലയുയർത്തി പിടിച്ച് നിൽക്കണം. അമ്പിളി, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? നീ ശരിക്കൊന്ന് ആലോചിക്കും. നീ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. പക്ഷേ അയാൾ പറഞ്ഞിട്ട് പോയ വിവരം അച്ചുവേച്ചി അച്ഛനും ഇപ്പൊ അറിയരുത്. ഒരു ഭ്രാന്ത് പറയാതെ നീ വരുന്നുണ്ടോ? ഹലോ, എന്താ അർച്ചനെ? മാഡം വീട്ടിലാണോ? അതെ. അർച്ചനയ്ക്ക് എന്തോ ടെൻഷനുള്ളതുപോലെ തോന്നുന്നല്ലോ. ഭാമിനിയമ്മ നമ്മൾ കരുതും പോലെ ഒരു സ്ത്രീയല്ല. അർച്ചനയ്ക്ക് എന്താ അങ്ങനെ തോന്നിയത്? എനിക്ക് ഈ സംശയം തോന്നി തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അവര് ആരോടൊക്കെയോ അടക്കി പിടിച്ച് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആരെയോ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നുമുണ്ട്. അതൊക്കെ കൊണ്ട് ഒരാളെ സംശയിക്കാൻ പറ്റുമോ? ഒരുപാട് ബന്ധങ്ങളുള്ള സ്ത്രീയല്ലേ അവര്. ഞാൻ വെറുതെ സംശയം പറയില്ലെന്ന് മാഡത്തിന് അറിയില്ലേ? നിരഞ്ജനയുടെ വീട്ടുകാരോട് കടുത്ത ശത്രുതയുണ്ട് അവർക്ക്. അവര് പറഞ്ഞത് അർച്ചന കേട്ടു അല്ലേ? അവര് ആരോടോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വില്യംസ് എന്ന് വിളിക്കുന്നുമുണ്ട്. സംശയമുള്ള രീതിയിൽ അവരുടെ സംസാരം. എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവരെ പറ്റി നിരഞ്ജന ഒന്നും അന്വേഷിക്കാറില്ലേ? നിരഞ്ജനയ്ക്ക് അവരെ വലിയ വിശ്വാസമാണ്. അവരുടെ ഇടപെടലും ഒക്കെ അങ്ങനെയാ. അർച്ചന പറഞ്ഞ വിവരം അറിയിക്കാതെ തന്നെ നിരഞ്ജനയ്ക്ക് അവരെ പറ്റി ഞാനൊരു സൂചന കൊടുക്കാം. അത് വേണം മാഡം. ഫൈസി സാറിനോട് മാഡം ഇത് പറയണം. നല്ല ഉദ്ദേശത്തോടെയല്ല അവരിവിടെ നിൽക്കുന്നത്. അർച്ചനയുടെ ഒരു കണ്ണ് അവരിലുണ്ടാവണം. അതുണ്ടാവും മാഡം. അവരുടെ ശത്രുതയ്ക്കിടയിൽപ്പെട്ട് എന്റെ മോനൊന്നും സംഭവിക്കരുത്. അവര് ലക്ഷ്യം വെക്കുന്നത് എന്റെ മോന്റെ ജീവനാണെന്നാ ഞാൻ പേടിക്കുന്നത്. അർച്ചനെ, ഒന്ന് പതുക്കെ. അവരിവിടെ നിന്ന് പോകുന്നത് വരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. മാഡം ഫൈസി സാറിനോട് പറഞ്ഞ് അവരെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാൻ പറ. ഞാനത് പറയാം. അർച്ചന ഫോണ് വെക്കും. ആരെങ്കിലും കേട്ട് വന്നാ അറിയാലോ. ശരി മാഡം. അവരുടെ ലക്ഷ്യം എന്റെ മോനാണെങ്കിൽ ആരോടും പറയാതെ ഞാനവനെ ഇവിടുന്ന് എടുത്തോണ്ട് പോകും. മതി. ചെവള തിരിച്ചുപോയെന്ന് ഉറപ്പാ. ഇനിയിപ്പോ അവൻ വരില്ലെന്നാ തോന്നുന്നേ.
അങ്ങനെ ആശ്വസിക്കാനൊന്നും പറ്റില്ല. ഇനിയെന്തു പകയ അവനെന്നോട് ചെയ്യാവുന്നൊക്കെ ചെയ്തില്ലേ? പോലീസുകാർ വിചാരിച്ചാലൊന്നും അവനെ പിടിക്കാൻ കഴിയില്ല. കേസിന്റെ പിന്നാലെ ഒന്നും ഞാനില്ല. ഇത് ദൈവശിക്ഷയാണെന്ന് ഇന്നേ ഞാൻ തിരിച്ചറിഞ്ഞു. കിടക്കണോ? വേണ്ട, കുറച്ചു നേരം കൂടി ഞാനെങ്ങനെ ഇരിക്കട്ടെ. കാല് പഴുത്ത് തുടങ്ങിയെന്ന് കേട്ടപ്പോൾ മുതലുള്ള സമാധാനം കൂടെ പോയി. വരുന്നതൊക്കെ നേരിടാടി. എന്റെ ശിക്ഷ എത്രത്തോളം വലുതാണെന്ന് ദൈവത്തിനെ അറിയൂ. സാറേ, എന്റെ ജീവിതം പോയി സാറേ. ആരാടാ നിന്നോട് ചെയ്തേ? അവനാ സാറേ, ചെവിള രാഘവൻ. അർച്ചനയെ അന്വേഷിച്ചാവും വന്നത്. അവളെ കിട്ടാതെ വന്നപ്പോ എന്റെ മോളെ അവൻ കൊണ്ടുപോകാൻ ശ്രമിച്ചു. രാജപ്പൻ എന്നോട് പറഞ്ഞെന്താ? അർച്ചനെ പറ്റി നിനക്കൊന്നും അറിയില്ലെന്നല്ലേ? എനിക്കറിയില്ല സാറേ. അവൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കിയ ചെവള രാഘവൻ വന്നത്. ഇപ്പം ഞങ്ങളും. ഒന്നും അവസാനിച്ചു എന്ന് രാജപ്പൻ കരുതണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. അർച്ചന ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞാൽ അവിടെ തീർന്നു നിന്റെ പ്രശ്നങ്ങൾ. ഡെലിവറി കഴിഞ്ഞ് അർച്ചന നിങ്ങൾക്കൊപ്പം റോസ്മലിൽ ഉണ്ടായിരുന്നതായി ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. രാജപ്പനത് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്കതിന് കഴിയില്ല. ഈ നിൽക്കുന്ന സ്ത്രീക്കൊപ്പമാ അവൾ പലതവണ പോലീസ് സ്റ്റേഷനിൽ വന്നത്. ഞാൻ എന്തിനു സാറേ അത് നിഷേധിക്കണം? ആ ലെറ്റർ കിട്ടുന്നതുവരെ അവളുണ്ടായിരുന്നു. ചെന്നൈയിലൊരു ജോലി ശരിയായെന്ന് ഒരു ദിവസം അവൾ പറഞ്ഞു. മറ്റൊരു വിവരവും പറയാതെ അവൾ പോവുകയും ചെയ്തു. എത്ര സുന്ദരമായ കള്ളം! ഞങ്ങളിത് വിശ്വസിക്കണം, അല്ല രാജപ്പ? ഞാൻ കള്ളമല്ല പറഞ്ഞത്. അർച്ചന എവിടെയാണെന്നോ അവൾക്ക് കിട്ടിയ ജോലി എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. വീട്ടിൽ നിന്നൊരു പെണ്ണ് പോയിട്ട് വിളിക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വിലപ്പോവില്ല രാജപ്പ. ഇല്ല, അവൾ വിളിച്ചിട്ടില്ല. നീ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിവരം അവൾ അറിഞ്ഞിട്ടില്ലെന്നാണോ നീ പറയുന്നത്? അതെ സാറേ. അവളെ ഇനി ഉപദ്രവിക്കരുതേ സാറേ. ആ പാവം പെണ്ണ് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അർച്ചന എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഞങ്ങളുടെ പയ്യന്റെ കൊച്ചിന്റെ അമ്മയാവള്. ചെന്നൈയിൽ നിന്നൊരു ലെറ്റർ വന്നു. അവൾ ചെന്നൈയിലുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അമ്മയും കുഞ്ഞും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിലോ? രാജപ്പന്റെ മക്കളാണല്ലേ? അതെ സാറേ. ഇനിയും സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം രാജപ്പനില്ല. ഞാനിപ്പോഴോ സാറേ സ്വസ്ഥത എന്താണെന്ന് അറിയുന്നത്? അർച്ചനയോട് ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷയായത്. അവരടിച്ച് തകർത്തതാ. ഉള്ളിൽ നിന്ന് പഴുത്തു തുടങ്ങിയെന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞു. ചിലപ്പോ ഈ കാല് പോവും സാറേ. പിന്നെ അതോർത്തു ഞാൻ വേദനിക്കില്ല. എന്റെ തെറ്റിന്റെ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. അർച്ചനയെ ദ്രോഹിച്ചവർക്കെല്ലാം ഇതുപോലെ ഒരു ശിക്ഷ കിട്ടും. അവൾ ആരാടാ? ദേവതയോ? ദേവതയൊന്നുമല്ല സാറേ. നല്ലൊരു മനസ്സ് അവൾക്കുണ്ട്. നിങ്ങൾക്കൊരു ബാധ്യതയായി അവൾ ഒരിക്കലും വരില്ല. വരണമെങ്കിൽ അത് എന്നേ ആകാമായിരുന്നു. അപ്പോ താൻ പറയില്ല അവൾ എവിടെ ഉണ്ടെന്ന്? എനിക്കറിയില്ല. അറിഞ്ഞാലും ഇനി ഞാൻ അവളെ ദ്രോഹിക്കില്ല. എന്റെ ബാക്കി ജീവൻ വേണമെങ്കിൽ സാറിനെടുക്കാം. നിന്റെ ജീവൻ എടുത്തിട്ട് ഞാൻ എന്ത് നേടാനാടാ? ഈ ജീവൻ വച്ച് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അർച്ചന ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഞാൻ പുറത്തു കൊണ്ടുവരും. അതിലേക്കുള്ള എന്റെ വഴികളൊന്നും നീ താങ്ങിയെന്ന് വരില്ല. നന്നായിട്ടൊന്ന് ആലോചിക്കുക, എന്നിട്ട് വിളിക്കുക. രാജ, പോവാം. അവര് നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല.
ഞങ്ങളെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അച്ചുവേച്ചി എവിടെ ഉണ്ടെന്ന് അച്ഛൻ പറയരുത്. അച്ഛൻ പറയില്ല. എന്തു വന്നാലും ഇനി നമ്മൾ ഒന്നിച്ച് സഹിക്കും. അവള് എന്റെ മോള്. ആലിസേ, ഉറങ്ങിയല്ലേ? മോൻ ഇവിടെ കിടന്നോട്ടെ മാഡം. അത് വേണ്ട. അവൻ രാത്രി കഴിയേണ്ടത് അവന്റെ അമ്മയുടെ കൂടെയല്ലേ? ആലിസിന്റെ കൂടെ കിടന്ന് ശീലിച്ച അതൊരു പതിവായി മാറും. ഇല്ലാത്ത ദുശീലമൊക്കെ ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതല്ലേ നല്ലത്. രാത്രിയെങ്കിലും ആലിസിന് ഞാൻ അല്പം വിശ്രമം തരണ്ടേ? മോൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? ബുദ്ധിമുട്ട് എനിക്കാ. ഉറക്കത്തിനിടയിൽ പോലും ഞാൻ അവനെ നോക്കാറുണ്ട്. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവൻ എൻ്റെ അരികിൽ തന്നെ ഉണ്ടാവണം. ഒരമ്മയാവുമ്പോഴേ ഒരു നിമിഷം കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ സങ്കടം ആലിസിന് മനസ്സിലാവും. ആ, മോൻ ഉണർന്നല്ലോ. ഞാൻ അവിടെ കൊണ്ടുപോയി ഉറക്കിക്കോളാം. വാ 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 വാ. മേഡം വാ, നമുക്ക് അവിടെ പോയി ഉറങ്ങാം. ഓ, ചേച്ചി, ചിറ്റപ്പൻ എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട്. ചേച്ചി എന്തിനാ എപ്പോഴും ഫോൺ സൈലന്റ് ആക്കി വെച്ചിരിക്കുന്നത്? ഒരാവശ്യം വന്നാൽ വിളിച്ചാ കിട്ടില്ല. എന്താ മോളെ, എന്ത് അത്യാവശ്യം ഉണ്ടായത്? ആ SP-യും അയാളുടെ ബന്ധുവായ വക്കീലും ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാൻ വന്നു. അയാൾ വന്നത് അച്ചുവേച്ചി അന്വേഷിച്ച. ചേച്ചി പ്രസവിച്ചതും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും ഒക്കെ അയാൾക്കറിയാം. എങ്ങനെ അയാൾ മനസ്സിലാക്കിയെന്നറിയില്ല. ഭീഷണിയായിട്ടാണോ വന്നത്? ഭീഷണിപ്പെടുത്തിയാ സംസാരിച്ചത്. എല്ലാവരും ഇവിടെ പേടിച്ചിരിക്കുക. ചിറ്റപ്പൻ എന്ത് പറഞ്ഞു? എവിടെയാണെന്ന് അറിയില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന പറഞ്ഞിട്ടാ അയാൾ പോയത്. പോകാൻ നേരം എന്നെ അമ്പിളി ഒന്ന് തറപ്പിച്ച് നോക്കി. ഇവിടെ നിന്നുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാ മോളെ? അച്ചുവേച്ചി അടുത്ത സമയത്തൊന്നും ഇങ്ങോട്ട് വരരുത്. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. നീ ഫോണിങ്ങത്താ. അച്ചുവേച്ചി, ആ മോളെ അമ്പിളി, ഞാൻ പറഞ്ഞില്ലേ അവര് വിട്ടുകളയില്ലെന്ന്. സൂക്ഷിച്ച് നിക്കണേ അച്ചുവേച്ചി. ഇവിടെ പ്രശ്നമൊന്നുമില്ല മോളെ. വിവരങ്ങളൊക്കെ അച്ചുവേച്ചി ഫൈസൽ സാറിനെ വിളിച്ച് പറയണം. അച്ചുവേച്ചിയെ രക്ഷിക്കാൻ ഫൈസൽ സാറിനെ കഴിയൂ. ഞാൻ എവിടെയുണ്ടെന്ന് അവര് തിരിച്ചറിയില്ല മോളെ. എന്റെ മുന്നിൽ വന്നു പോയവരല്ലേ. എന്റെ പേര് പറഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കാതിരുന്നാ മതി. നിങ്ങളെ അവരെന്തേലും ചെയ്താ പിന്നെ ഞാൻ അടങ്ങിയിരിക്കില്ല. ആദ്യം ചെയ്യുന്നത് എന്റെ കുഞ്ഞിനെ എടുത്ത് ഞാൻ ഇവിടെ നിറങ്ങും. പിന്നെ ഒളിച്ചു കഴിയാനൊന്നും ഞാൻ നിൽക്കില്ല. അതിന് മാത്രമൊന്നും സംഭവിച്ചില്ല. അച്ചുവേച്ചി സമാധാനായിട്ടിരിക്കും. നാളെ ഞാൻ ഫൈസൽ സാറിനെ വിളിച്ച് SP നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വന്ന വിവരം ഞാൻ പറയാം. എന്നാ മോള് വെച്ചോ.